തീർന്നതും തൊട്ടടുത്ത നിമിഷം തന്നെ അവനൊരു സോംബിയായി മാറുകയും ചെയ്തു. വേറെ വഴിയില്ലാതെ മീഗോൻ അവനെ കൊല്ലേണ്ടിയും വന്നു. ഇതെല്ലാം കൂടി ആലോചിച്ചതും അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. യൂറയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അവൾ. ഇപ്പോ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടിയില്ലേ, അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് അവരുടെ റൂമിൽ അടുക്കി വെക്കുന്നു. മാത്രമല്ല കുറെ കമ്പികളും റോപ്പും എല്ലാം അവർക്ക് കിട്ടിയിരുന്നു. അതെല്ലാം വെച്ച് സോംബികളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവരവിടെ മുഴുവൻ നന്നായിട്ട് സീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നാളുകൾ കടന്നു പോവുകയാണ്. മാത്രമല്ല ചുറ്റിനുള്ള സോംബികളെല്ലാം മറന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോ ആ സ്കൂൾ തന്നെ ഇവരുടെ ഒരു വീടായി മാറിയിരിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം അവിടെ ഫയർ അലാറം അടിക്കാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഒരു വട്ട് സോംബി കയ്യിൽ കിട്ടിയ ഒരു ലൈറ്റർ വെച്ച് വെറുതെ ഇങ്ങനെ കത്തിച്ച് കളിക്കുവാണ്. കൂടാതെ കുറെ കഴിഞ്ഞതും അതിന്റെ ദേഹത്തേക്ക് തീ പടർന്നു. ഇപ്പോ അലാറം അടിക്കാനുള്ള കാരണം അതാണ്. ശബ്ദം കേട്ടതും എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കൂടി താഴേക്ക് വന്ന് നോക്കുന്നു. അപ്പോ ദേ സകല സോംബികളും അവിടെ നിറഞ്ഞു നിൽക്കുവാണ്. മാത്രമല്ല സോംബികൾ ഇവരെ കാണുകയും ചെയ്തു. എല്ലാം കൂടി ഇവർ വെച്ച സീലടക്കം നശിപ്പിച്ച് ഉള്ളിലേക്ക് കയറി ഇവരെ മുഴുവൻ ആക്രമിക്കുകയാണ്. അവരും തടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ആ അറ്റാക്ക് കാരണം അവരുടെ ടീം മുഴുവനും പല വഴിക്കായിട്ട് തിരിഞ്ഞുപോയി. യോറയും നവാക്കിയും കൂടി ഒരു റൂമിൽ പെട്ടുപോയി. തന്റെ കൂട്ടുകാരിയോടും ടീച്ചറിനോടും ഇവിടെ നിൽക്കാതെ രക്ഷപ്പെടാൻ മീഗു വിളിച്ചു പറയുന്നു. അത് കേട്ട് അവരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഒറ്റക്കായിട്ട് നമ്മുടെ മീഗു തളർന്നില്ല. ഒരു വിധത്തില് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അവളെ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ടെറസിന്റെ മുകളിലേക്ക് ഓടുന്നു. എന്നാൽ ടെറസിന്റെ മുകളിലേക്ക് സോംബികൾ ഇരച്ചെത്തി. അവസാനം രക്ഷപ്പെടാൻ വേണ്ടി അവിടെയുള്ള ചിമ്മിനി പോലെ ഒന്നിന്റെ മുകളിലേക്ക് അവൾ വലിഞ്ഞു കയറുന്നു. സോംബികളാണെങ്കിൽ വിടാതെ അവളുടെ ചുറ്റിന് കൂടി നിൽപ്പുണ്ട്. എല്ലാം കഴിഞ്ഞു. തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മരിച്ചുപോയ അരസുവില്ലേ, അവന്റെ ആത്മാവ് ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അവനെ കണ്ടതും അവൾ ഒരുപാട് ഹാപ്പിയായി. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മരിക്കാൻ പോകുക. നീ എന്താ അങ്ങനെ പറയുന്നത്? നിന്നെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഒരു കാര്യവും നീ വിട്ടുകൊടുക്കാറില്ല. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നീ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നിനക്കറിയാലോ, നീ ഒരു വലിയ അത്ലറ്റാ. തീർച്ചയായിട്ടും നിനക്ക് ഇതിന് സാധിക്കും. ഉടൻ തന്നെ നീ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അവന്റെ ആ വാക്കുകൾ കേട്ടതും അവൾക്ക് പോയ എനർജി മുഴുവൻ തിരിച്ചു വരുന്നു. ആള് ലോങ് ജമ്പിന് പുലിയായിരുന്നെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഒറ്റ ചട്ടത്തിന് അവൾ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. മാത്രമല്ല തന്റെ അടുത്തേക്ക് വരുന്ന സകല സോംബികളെയും അവൾ അടിച്ചു നുറുക്കാൻ തുടങ്ങി. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു സോംബിയുടെ ദേഹത്തേക്ക് തീ പിടിച്ചില്ലേ,